സദ്വശരണം നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം ചാനലിൽ 38-ാം നമ്പറായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണി നോയ്സ് റിമൂവ് ചെയ്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഈ ഗുരുവാണി എല്ലാവരും കേൾക്കും. സദ്വശരണം. നമ്മുടെ വിഷയം ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്മുടെ വിഷയം എന്താണെന്ന് ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയം എന്ത്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇപ്പം ഈ ഉള്ള അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ ഒരു അനുഭവഗതി ഉള്ളതാണ്. അത് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ത്യൻ തത്വശാസ്ത്രം പഠിക്കുന്ന വേദാന്തികൾ അല്ലെങ്കിൽ യോഗികൾ അമ്മ ഇരിക്കുന്ന വീട്ടിൽ താമസിച്ചുകൂടാന്ന് എഴുതി വെച്ചാൽ ശാസ്ത്രം ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു. അതെ, പിന്നെ യോഗിയല്ലേ? അപ്പൊ യോഗി അമ്മ പെണ്ണല്ലേ? അതെ, കണ്ടുകൂടാ. ഈ വിഡ്ഢിത്തരത്തോടൊക്കെ എന്ത് പറയാനുണ്ട്? അതെ, അത് അവർക്കറിഞ്ഞൂടാ. അത് മനസ്സിലായിട്ടില്ല അവർ. അത് അവരങ്ങനെ ചിന്തിപ്പിക്കരുത്. അതല്ല, ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അമ്ലി ഉണ്ടെന്ന് അറിയാമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. അനുഭവം അവരെ കൊണ്ട് സത്യമാണെന്ന് മനസ്സിലായി. ശരി, ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അറിവുകേടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ അത്ര വെറുപ്പായിട്ട് പറഞ്ഞൊരു വേദാന്ത സൂക്തം അർപ്പണം ചെയ്ത് ലോകത്തിലേക്ക് കൊടുത്താൽ ലോകം ചീത്തയാൻ വേറെ വല്ലതും വേണമെന്ന് ഉണ്ട്. നിനക്ക് മനസ്സിലായി? അതെ, വേദാന്തങ്ങൾ തെറ്റായല്ല വെച്ചാൽ വേദാന്തങ്ങൾ ശരിയാണ്. വേദത്തിന്റെ അന്ത്യത്തിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ കർമ്മശേഷി തീർന്നിട്ട് വേണം. ഏത് പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് നിന്നോട് ഞാൻ മുൻപ് ചോദിച്ചു. 5 ഭൂതങ്ങളാണ്. അത് ഈ 5 ഇന്ദ്രിയങ്ങളായിട്ട് മാറ്റിയിട്ട് 5 കോശങ്ങളായി വർദ്ധിപ്പിച്ച് അറിവിന്റെ പടികൾ എന്നത്, എന്നിട്ട് ജീവാത്മാ പരമാത്മാ ബന്ധം എന്തെന്ന് കാണിക്കുക. അതിന് പകരം ഈ വേദാന്ത സൂക്തങ്ങൾ എഴുതി പൂർത്തിയാക്കലല്ല വേല. മനസ്സിലായോ പറഞ്ഞു? നിങ്ങൾ ഈ പുസ്തക പണ്ഡിതനോട് ഈ വട്ടിക്ക് കാറ്റ് പിടിക്കാൻ പോകുന്ന പോലെ പോയിട്ടല്ലേ നിങ്ങൾക്ക് ഈ കുഴപ്പം? മിണ്ടില്ല. ഇത് പറയുമ്പോ ഇപ്പൊ സാറിനും തന്നെ ഒരു വിഷമം തോന്നും, മലയാളിക്കും തോന്നും. ഈ വട്ടിക്ക് കാറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ
പറ ഏത് കാറ്റ് ഒരു വട്ടിയുടെ അകത്ത് കൊള്ളിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. കാറ്റടിച്ചോണ്ട് വട്ടി പറത്തി പോണ നമ്മളിങ്ങനെ ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അതിന് പിന്നെ വടക്കോട്ട് വേറൊരു ഭാഷയുണ്ട്, അത് പറഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും ചിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നങ്ങ് വിചാരിച്ചോളൂ. അപ്പം ഈ നിലയിൽ നമുക്ക് ചില അറിവുകേടുണ്ട്. ഈ അറിവുകേടിനെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചോദിച്ചത്. ഇത് അങ്ങനെ കിട്ടുന്നതല്ല. അവർ പറഞ്ഞല്ലോ ഇങ്ങനെ കിട്ടുകയാണ്, ഇല്ലേ? അതിനാർക്കും ആക്ഷേപമില്ല, ഉണ്ടോ? അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് അറിയാനുള്ള സാധനം ഇവിടെ ഇരുന്നില്ല. പിന്നെ ഇത് എന്തെന്ന് പുരാണ കിട്ടത്തിൽ വെളിച്ചം അടിച്ചുകൊണ്ട് എന്ത് വിശേഷമൊന്നും. പ്രതിഫലിക്കുന്ന എന്തെങ്കിലും ഇവിടെ വേണം. അല്ല, പുരാണ കിട്ടത്തിന്റെ കാര്യം പറ, അത് പ്രതിഫലിക്കുന്ന വേറെ. അത് ഈ പഞ്ചഭൂതങ്ങളിലുള്ളതല്ലേ? അപ്പ അതല്ല നമ്മൾ തിരിച്ചറിയാനുള്ള കർമ്മത്തിന് വന്നിരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ആ തിരിച്ചറിവിൽ അമളി പറ്റാതിരിക്കാൻ മാത്രമേ ചിന്തിക്കാവൂ. വേറെ യാതൊന്നും ചിന്തിച്ചു പോകരുത്. എങ്കിൽ നമ്മളുടെ ഈ അഹന്ത മുന്നിൽ കയറി നിന്നിട്ട് ഒന്നിനെയും തിരിയാത്ത വിധത്തിൽ വിനയപ്പെടാതെ കർമ്മ ഇല്ലാത്തവനായി മാറും. അപ്പം ധർമ്മവും ഇല്ലാതെ നശിച്ച് വെണ്ണീറാകുന്നതിൻ്റെ ഭാഗത്തേക്ക് മാറും. അത് വരാൻ പാടില്ല. ഇത് വന്നു പോയാൽ നമുക്ക് മാറ്റാനും കഴിയില്ല. അത് നമുക്ക് മനസ്സിലാകുന്നതിന് ഒരൊറ്റ പണിയേ ഉള്ളൂ. അപ്പൊ ഈ മനുഷ്യൻ തെളിഞ്ഞിട്ട് ഓരോ മനുഷ്യരും നല്ലതും കെട്ടതുമായിട്ട് തിരിച്ചെടുത്ത് അതിനെ പ്രവർത്തിപ്പിക്കണമെന്ന് ചോദിക്കുന്നത്. We understand the whole human life and process in terms of this understanding, the spiritual understanding, and the internal evolution that is going on, the spiritual evolution. So we understand all these things in these terms. With such a knowledge and realizing the importance of this knowledge, how can we distinguish between right and wrong? How can we enlighten another ignorant man on right and wrong? The right is what is helping you in this evolution. Wrong is whatever is impeding you, whatever is stopping you, diverting you, misleading you. That is wrong. So, but with this knowledge, you are trying to enlighten another man. You are trying to teach another man that this is right and this is wrong. But that man is taking nothing to it. Everything is equal. That is what Guruji is asking you. I think different parts are part of the same dimension of the thing. If everything same, No, it will be a beginner. that is not the thing. അല്ല, The വരട്ടെ. energy is not the thing. The പിന്നെ energy and all is ഇതിന് കുറച്ച് വാക്കുകൊണ്ട് അങ്ങ് ചുരുക്കണം, a path. അല്ലെങ്കിൽ ഇത് That ശരിയാവും. path you already understand. Now another man who is having the energy is understanding it in a wrong way. You will know that this person is going to go wrong and he is going to fall in a deep well.
But when you tell him, he's not accepting it. So we are in a difficult position. We have to explain to him so that he understands. Um, Not you. An example. അതെ അതെ We will see. We will see. Yes. Not in the thought. ഇങ്ങനെ അതിൽ നോക്കി തിരിക്കത്തക്ക ഒരു കർമ്മം മുന്നിൽ നിൽക്കുന്ന ഒരാള് പറഞ്ഞു തന്നില്ല അവിടെ പോവാനൊക്കില്ല. See, in such situation, having this vision and all these things, and you are trying to understand it, somebody else who doesn't have this knowledge about this or this process, he must get or she must get a person who has completed this process. Only through the words of such people can we hope to go there. ആ ഒരു 4ാം ക്ലാസ് പാസ്സായ ടീച്ചർക്ക് 10ാം ക്ലാസ് പഠിപ്പിക്കാനൊക്കെ Suppose a teacher, he has studied up to standard 4. And can he go and teach in the 10th standard? രണ്ടും സാറല്ലേ? See, you will call both of them. You will call the person who has passed standard 10 who is teaching. You will call that person teacher. The person who is teaching in standard 1, who has studied up to standard 1, you will call that person also a teacher. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് You know what I mean? A person who has studied up to class 1. സ്കൂളും കോളേജുമായിട്ട് പറഞ്ഞില്ലല്ലോ. You mean a student and a no, a teacher in a primary school, a teacher in the college. yes, okay. Both of them are teachers, Yes, exactly. but they are not equal. Yes, yes. Some are more and some are yes. എന്നതുപോലെ നമ്മുടെ ഈ ഇന്ത്യൻ തത്വശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് പറയും അവരോട് പറ. ഇന്ത്യൻ തത്വശാസ്ത്രം എന്ന പടിഞ്ഞാറൻ തത്വശാസ്ത്രം എന്ന രണ്ടില്ല, ഒന്ന് തന്നെയാണ്. അന്ന് ഇതിനെ വിവേചിച്ചറിഞ്ഞതിൻ്റെ ചില കുഴപ്പങ്ങൾ നമുക്ക് എല്ലാവർക്കും എവിടെയും പറ്റിയിട്ടുണ്ട്. There are no two ways, like Eastern philosophy or Eastern religion and Western religion or Western philosophy. There are no two different truths. It is one and the same. But we have gone wrong in the understanding of this one spirituality. Spirituality is one. West or East, it is one. But now two systems of philosophy is existing. So we have gone wrong in the interpretation of that one. True. I think Indian people are really special in those control. Yes, yes. Definitely. അപ്പോൾ ശരി, അത് ഇതുപോലെ ഒരു വ്യത്യാസം നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നതായിട്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഒറ്റ വാക്കിലും പറ. So, what we understand is, just as this misinterpretation is taking place between the East and West and like this, just like that in so many other fields also, so many other subjects also, such misunderstanding has come about. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല. സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി എന്ന് കുറെ നേരത്തെ പറഞ്ഞില്ലേ, സ്വപ്നമുണ്ടെന്ന്. അപ്പൊ ജാഗ്രത ഉണ്ടെന്ന് മനസ്സിലായില്ലേ?
To understand this, we must understand we are having so many states of existence. One is this wakeful state, when we are awake. And the one is when we sleep, we are in the dream state. Just like this, there is something deeper than this called Sushupti. That's a deep state. And something beyond that also. Like that. So there are so many states of existence. അവിടെയാണ് ഇത് ഗുരുവും ശിഷ്യനും ആരാണെന്ന് മനസ്സിലാക്കിയെടുക്കുകയും അവസ്ഥകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന അവിടെയാണ്. See, and it is through this understanding or experiences of all these different states, in these states only, we will come to distinguish the Guru, understand the Guru, what it is, who it is, and also we will be able to understand the different states of relationship. അന്ന് ജാഗ്രത സ്വപ്ന സുഷുപ്തി എല്ലാവർക്കും ഉണ്ട്, ചിലർക്ക് വ്യത്യാസം വരുന്നു ഇങ്ങനെ. All people have this stages, different states of the existence. But some people only are able to distinguish and have special experiences. You are there. ഇതിനെ ആ പ്രകാശത്തിൽ എന്ത് ചേർന്നിരിക്കുന്നെന്ന് പിന്നെ നോക്കി അറിയാം. ആ ഗുരു അടുത്തിരുന്ന് ഇതാണ് ഉപദേശം ഗുരു പറഞ്ഞു കൊടുക്കുക. അത് ഇങ്ങനെ ഇത് കണ്ടതിന് അവിടെ ചോദിച്ചറിയാൻ നോക്കിയാൽ തെറ്റുപറ്റുമെന്നോ. You are having the vision. Now this vision you must understand through the words of Guru. That is called, getting that advice to understand those things is called Upadesha. Suppose if you try to understand it on your own, with your own mental interpretation and all that, you can easily go wrong. അപ്പൊ ഈ നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. ചില വാസനാമയം ചിലർക്ക്, നമ്മുടെ പെണ്ണിന്റെ ആണിന്റെ എല്ലാം പ്രത്യേകിച്ച് കാണുന്നു. അത് ദൈവം വ്യത്യാസം കൊടുത്തതാണോ, ആ ജീവന്റെ വാസനാമയമാണോ എന്ന് ചോദിക്കും. All people are equal. All people are like same. But different people have different qualities. People have various qualities. Now, has God created all these people differently, or is it due to some other reason? Yes. No. It's no different for different of sensing. വ്യത്യാസമുണ്ട്, പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒറ്റ സാധനമാണ്. അതെ, അത് അമ്മയും മകളും പെണ്ണ് തന്നെ എന്ന് പറയുന്ന പോലെയല്ലേ അത്. We say that mother and daughter, they are both ladies. They are one. They are both female. In that way, they are same. But in some other way, they are so different. Can I say something? Yes. We can do the same thing for men and women. Yes, They are yes. different but the same. Yes. അത് ആണും പെണ്ണും ഒന്ന് തന്നെ, പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ സകല കാര്യത്തിനും ഇവിടെ വ്യത്യാസമുണ്ട്. The same way, there are differences in almost everything. അതിന് സമ്മതം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്നോ. You agree to this? ഒരു സംശയം അറ്റെന്ന് തോന്നുന്നു. അമ്മയും മകളും പെണ്ണാണെന്നുള്ളത് അറ്റാന്ന് ചോദിച്ചു. You are very clear in your mind that mother and daughter, they are different. Same sex. Some doubt in അവര് ഇത് എന്നെ ശരിയാക്കിയതാണോ എന്ന് അവർക്ക് അതായത് എന്നതുപോലെ കാലങ്ങൾക്ക്, നമ്മുടെ ഈ കാലങ്ങൾ ഈ നമ്മൾ 100 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരവസ്ഥാവിശേഷമായിരിക്കില്ല ഇപ്പോഴത്തത്. അങ്ങനെ ലോകത്തിന് മൊത്തം
നിദാന ജാഗ്രതയോടുകൂടി നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം എന്തിനെ നമ്മൾ ആവരണം ചെയ്ത് നോക്കുന്നു അതിൽ കൂടി കാണും. അതാണ് അവർ മനസ്സെന്ന് പറയും, നമ്മൾ മൈൻഡെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും, എന്തോ പറഞ്ഞോളൂ. ഇതിനെ ആവരണം ചെയ്യുന്ന ആ സ്വഭാവത്തിൻ്റെ കർമ്മം എന്താണെന്ന് മനസ്സിലാകണം. അതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് പഞ്ചേന്ദ്രിയങ്ങളായിട്ട് മാറുന്നത്. ആ പഞ്ചഭൂതങ്ങൾ എന്ത് പൊടി ഈ ആകാശത്ത് നോക്കിയാൽ ഇങ്ങനെ നമ്മുടെ ഒരു ഈ എന്തെന്ന ഈ നെൽക്കുത്ത് പോലെ ഇങ്ങനെ വരുന്നില്ലേ, അതിനകത്തുനിന്ന് എത്രയോ 1000 ഇതെടുക്കാം ഈ അണുക്കൾ ഇല്ലേ. അപ്പൊ ഈ അണുക്കൾ എവിടെ നിന്ന് പരിചയപ്പെട്ടിറങ്ങിയെന്ന് നോക്കണം. ഇത് ഗുരു ഉണ്ടെങ്കിലേ പറ്റൂ. അതിനങ്ങനെ അങ്ങോട്ട് ചിന്തിപ്പിച്ച് അവിടം വരെ ചിന്തിപ്പിച്ചിട്ട് പുറകോട്ട് കൊണ്ടുവരണം ഇവരെ. മനസ്സിലായി? അതിനാണ് ഇവരങ്ങനെയുള്ള ഒരു ഭാഗത്ത് ചെന്ന് നിന്ന് കറങ്ങുകയാണ്. ഇത് ഇങ്ങനെ പറയില്ല ആളുകളാരും. ഇവരാ സ്ഥാനത്ത് ചെന്ന് നിന്ന് കറങ്ങുകയാണ്. മനസ്സിലായില്ലേ? അനുഭവമുള്ള ആളാണ്. അപ്പൊ ആ അഗസ്ത്യർ പറഞ്ഞ വെട്ടവളിയും ഇത് ഒന്ന് തന്നെയാണ്. ഇത് ഇവിടെ അല്ല കഥ. മനസ്സിലായില്ലേ? അവർ പറഞ്ഞു അത് തന്നെ, ഒരു കുപ്പിയിലേക്ക് മറ്റൊരു കുപ്പി തേനെടുത്തൊഴിച്ച് ഇരിക്കുന്ന പോലെ അങ്ങനെ രണ്ടും ലയിച്ചു ചേരുന്നത് പോലെ ആയിപ്പോകുന്നു. ശരിയാണ്. അങ്ങനെ ഈ തേൻ ലയിക്കുമെങ്കിൽ മറ്റു ഉപകരണങ്ങളും അങ്ങനെ ലയിക്കുന്നതാണ് അല്ലേ? അങ്ങനെ ചീത്തയും നല്ലതുമായിട്ട് തിരിച്ചറിയാതെ ഇതിനെ ലയിപ്പിക്കണമെങ്കിൽ വാസനാമയമറ്റ കർമ്മമല്ലാതെ ലയിപ്പിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കും. അത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായി? നമുക്ക് മനസ്സിലായാലാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. അതായത് നമുക്ക് അനവധി വാസനയുണ്ട് ഇല്ലേ? ഈ വാസനാമയം നമ്മളിൽ ഓരോന്നും ഇങ്ങനെ പൊന്തി വരുന്നു. വയസ്സാകുമ്പോൾ വേറൊന്ന്, പിന്നെ ചെറുപ്പക്കാരനാകുമ്പോൾ വേറൊന്ന്, കുട്ടിയാകുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ വാസനാമയം പൊന്തി വരും ഇല്ലേ? വരുന്നുണ്ട്. ആ വിവിധങ്ങളുടെ രഹസ്യം എന്താണെന്ന് നമ്മൾ സ്വയം വളർന്നെത്തിയിട്ടല്ലാതെ പറയാനൊക്കൂ. പിന്നെ എന്തിനാ ഇതിൻ്റെ പുറകെ കിടന്ന് കടിക്കുന്നു? അപ്പൊ ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? ശ്രീകൃഷ്ണന് അവിടെ വരെയാണ് നമ്മൾ തുടങ്ങിയത്. ആ ശ്രീകൃഷ്ണൻ എൻ്റെ ജീവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ജീവാത്മാക്കൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അപ്പൊ ആ ശ്രീകൃഷ്ണന്റെ അവസ്ഥാവിശേഷം എന്തിനു ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. എന്താണ്? ദൈവം തന്നെ ഇങ്ങനെ ഇവനെ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? കംസന് അല്ലേ? ആ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ വീട്ടിൽ യുക്തിയുക്തമായിട്ട് ജനിപ്പിക്കുകയും വളരുകയും വളർത്തുകയും ചെയ്ത ഈ പ്രപഞ്ച സത്യത്തിന് ഒരു കളങ്കം ചാർത്തിയത് എവിടെയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കത് മനസ്സിലാകണം. അതിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ കളക്കം എന്താ? കളക്കം ഉണ്ടായില്ല. ഇല്ല. അത് കഥയും സാഹിത്യകാരനും കൂടെ ചേർത്തതല്ലേ?
അത് എന്തോ ആകട്ടെ, ഇത് ഈ കുട്ടികൾക്ക് മനസ്സിലാകാത്ത കാര്യം നമ്മളിവിടെ ഇരുന്ന് പ്രചരണം ചെയ്തിട്ട് എന്താ കാര്യം? മിണ്ടില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും പേരെ നിർത്തിക്കൊണ്ട് ഞാൻ ഈ സമയം കളഞ്ഞ് എൻ്റെ ഈ സമയം കളയിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒരു അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. വേണോ വേണ്ട? അങ്ങനെ ക്ഷമാശീലത്തോടുകൂടി അറിഞ്ഞ് എടുത്ത് കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കി അനവധി ജന്മങ്ങൾ താണ്ടി വന്ന കർമ്മശേഷി ഈ ജീവനിലുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി ദുരിയം. അപ്പൊ ആ ദുരിയത്തിലാണ് അത് തിരിച്ചറിയുന്നത്. അത് ദുരിയ ബോധമതാകും. അപ്പൊ ദുരിയത്തിനുള്ള ബോധമാണ്. അപ്പൊ നമ്മുടെ ഈ പഞ്ച ഇന്ദ്രിയങ്ങളായിരിക്കുന്ന ആ ഭാഗം അറിയുന്നില്ല. ജ്ഞാനേന്ദ്രിയം മാത്രം പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ലേ? ശരീരം ഇല്ലെന്ന് തോന്നുക, തുര്യത്തിന്റെ അവസ്ഥയാണ്. ദുര്യത്തിലേക്ക് കടത്തി വിടുന്നതാണ്. ശരീരമുണ്ടെന്നോ ഇല്ലെന്നോ തോന്നാതിരിക്കുക, ഈ സമാധി അവസ്ഥ അതല്ലെന്ന്. അതൊക്കെ ഒരു തന്നെ അതിന് സഞ്ചാര സമാധി, മറ്റ സമാധി, സഞ്ചരിക്കാത്ത സമാധി എന്നൊക്കെ പറയും. അതൊക്കെ പോട്ടെ. അതൊക്കെ ഈ ആളുകളുടെ പാണ്ഡിത്യം പോലെ പലതും പറഞ്ഞേക്കാം. അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ അനുഭവം ശരിയാണോ അല്ലേ? അപ്പൊ ഈ അനുഭവത്തെ പറഞ്ഞു കൊടുത്താൽ പോരെ? അവനവന്റെ കണക്കനുസരിച്ച് അവനവന് ഇത് വരും, അനുഭവം വരും. അപ്പൊ അവനെ അത് എന്നോടും അങ്ങനെ പറഞ്ഞ്, മറ്റൊരാളോടും എങ്ങനെ പറഞ്ഞ്, അവനോടും ഇങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞാലാവില്ല. അത് പ്രപഞ്ച സത്യം തന്നെ വിട്ട് നിൽക്കുന്ന ഒരു കർമ്മശക്തി ഇല്ലാത്ത ഒരു സത്യം ഇവിടെയുണ്ട്. അത് ഇതും കൂടി സത്യപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. മനസ്സിലായി? അത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇവിടെ കുരുത്ത് വളർന്ന് ഇത് നശിക്കുമെന്നുള്ള ഓർമ്മയോടുകൂടി ഇത് പ്രവർത്തിക്കണം. വേണേ? അപ്പൊ ഈ നശിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താവണം എന്താവണ്ട എന്ന് ചിന്തിക്കാനുള്ള ചിന്താശീലമുള്ള ഒരു തള്ളയിൽ വേണം നാം ജനിക്കാൻ. അല്ലെങ്കിൽ തള്ള എന്തായി പോകും? അവിടെയൊക്കെ തള്ള എന്തായി പോകും? പരിചയത്തിലേക്ക് എന്താണ് തള്ള എന്തായി പോകും? പറഞ്ഞു. തള്ള തവളയാകും അല്ലേ? തവളയെ കണ്ടിട്ടില്ലേ? എന്താട്ടെ അങ്ങോട്ട് കടക്കുന്നത് പിന്നെ പോരെ? നമ്മളിപ്പോ ഇവിടെ നിൽക്കയില്ലേ? നമ്മളിവിടെ നിന്ന് കയറാൻ നോക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി കുറച്ച് എന്തെന്നാണ് നമ്മൾ ശർക്കരയും പേരെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുന്നത് അതിന് അടാ. അത് ഇവിടുത്തെ ആളുകൾ പറയുന്നത് വൈസൻ എന്ന് പറയും. അപ്പൊ മുതലാളിയെ കയറി വൈസാന്ന് വിളിച്ചാ മുതലാളിക്ക് ഇപ്പൊ ഇഷ്ടപ്പെടും. ഇപ്പൊ ഇഷ്ടപ്പെടുന്ന തത്വമാണ്. അപ്പൊ ഈ വത്സൻ ഒക്കെ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ തന്നെ, ഈ വൈസനെയും. അപ്പൊ ഈ നമ്മൾ എവിടം വരെ തുടങ്ങിയെന്ന് കാണുക, നമ്മുടെ ജീവന്റെ ആവർത്തന ശേഷി അത് അവരവരിൽ തന്നെ കാണുക. അത് ഭൂലോകത്തേക്ക് അങ്ങ്
പിന്നെ എങ്ങനെ സൃഷ്ടിപരമായി വന്നിരിക്കുന്നു എന്ന് കാണുക. അതാണ് ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ, പഞ്ചകോശങ്ങൾ. ആ കോശങ്ങളിൽ വെച്ചാണ് അറിയുന്നത്. ഇപ്പം അന്നമയ കോശം, പ്രാണമയ കോശം, ജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങളെ കൊണ്ട് അറിയുന്ന കർമ്മഗതിയാണ് നമ്മൾ എടുത്ത് പെരുമാറുന്നത്. ഇത് നമുക്ക് മനസ്സിലായിട്ട് അപ്പോഴാണ് ഈ 5 കോശങ്ങളെ കൊണ്ട് അറിയുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ, ഒരു അസാധാരണയിൽ വളർന്നു നിൽക്കുന്ന ജീവനെ കാണാൻ കഴിയുക. വിജ്ഞാനമയ കോശം കൊണ്ടാണ് അത് തിരിക്കുന്നത്. മനസ്സിലായി? അത് കടച്ച് അത് പലതരത്തിലുള്ള ആനന്ദമയ കോശം വരും. ആ ആനന്ദമയ കോശത്തിൽ കടത്തി വിട്ടിട്ട് അതിന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിക്കണം. ഇതാണ് നമ്മുടെ ഒരു അനുഭവ വേദാന്തം എന്ന് പറയുന്ന അതാണ്. അത് സത്യമാണ്. അപ്പൊ അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുര്യം, തുര്യാതീതം. അപ്പൊ ഈ ജാഗ്രത്തിൽ നീ എവിടെയെല്ലാം എന്തെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, ജാഗ്രതത്തിലിരുന്ന് നീ ഈ ജഡം കൊണ്ട് പ്രവർത്തിച്ചോ, മറ്റൊരു ജഡം കൊണ്ട് പ്രവർത്തിച്ചോ, മറ്റൊരു പിന്നെ നാട്ടിൽ ജനിച്ചോ, മറ്റൊരു വീട്ടിൽ ജനിച്ചോ എന്ന് നീ നോക്കണം. വേണോ വേണ്ടേ? ഇതാണ് തിരിച്ചറിവ്.